അപ്പം റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എക്സിബിഷൻ കാണാൻ പറ്റും. അത് നമ്മളുടെ ബെഡ്റൂമൊക്കെ ക്രിസ്മസ് ടൈമിൽ എങ്ങനെയാണ് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഏത് കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ജസ്റ്റ് ഒരു മോഡൽ ഷോ ആണ്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ക്രിസ്മസ് ട്രീ, 2 ക്രിസ്മസ് ട്രീ കാണാൻ പറ്റും. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് തേർഡ് ഫ്ലോറിലേക്ക് പോവാണ്. അപ്പം തേർഡ് ഫ്ലോറിലേക്ക് പോകുന്ന വഴിയിൽ ഇങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാം. അപ്പം നമ്മൾ തേർഡ് ഫ്ലോറിലെത്തി. ഇവിടെ നിന്ന് നമുക്കൊരു ചെറിയ ട്രോളി എടുക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയ ട്രോളി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എക്സിബിഷൻ സെൻ്ററാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരുപാട് ട്രാഫിക് ഉണ്ടാവും. അപ്പോൾ അതിൽ വലിയ ട്രോളിയുമായിട്ട് നമുക്ക് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ചെറിയ ട്രോളി എടുത്ത് അതിലൊരു യെല്ലോ ബാഗ്, അവിടെ കണ്ട ആ യെല്ലോ ബാഗും വെച്ചിട്ട് നമ്മൾ ആ ട്രോളിയുമായിട്ട് ഇങ്ങനെ അതിലേക്ക് അതുവഴി നടന്ന് നമ്മളിങ്ങനെ കാണും. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ അവിടെ അവർ മോഡലിന് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് ആ സാധനങ്ങൾ എടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ഡൈനിങ് ടേബിൾ ഡെക്കറേഷനാണ്. ക്രിസ്മസിന് എങ്ങനെ നമുക്ക് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു ഡെക്കറേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. ഈ മോഡൽസൊക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് കേട്ടോ. നമുക്കിവിടെ പോകുമ്പോൾ നമുക്കിങ്ങനെ ഓരോരോ ഇത് കാണാൻ പറ്റും. നമുക്കതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഐക്കയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കിച്ചൺ ഡിസ്പ്ലേസ് ഉണ്ട്. നമ്മൾക്ക് അതേപോലെ കിച്ചൺ നമ്മൾക്ക് അത് പർച്ചേസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോഡൽ നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ ചെയ്തെടുക്കുകയും ചെയ്യാം. ഈ കാണുന്നത് ഒരു റെഡ് സോഫ സെറ്റാണ്. പിന്നെ ഇതെല്ലാം ഒരു സോഫ സെക്ഷനാണ്. ഒരു 6000-7000 രൂപ തുടങ്ങി 40,000 രൂപ വരെ റേഞ്ചുള്ള സോഫാസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര ക്വാളിറ്റിയാണ് ഇവരുടെ സോഫാസും ഇവരുടെ ഡൈനിങ് ടേബിൾസും. എന്ത് ഫർണിച്ചേഴ്സ് ആണെങ്കിലും ശരി, ഏത് സാധനമാണെങ്കിലും ശരി, നല്ല ക്വാളിറ്റിയാണിത്. ഇതൊക്കെ ടർക്കോയിഷ് ബ്ലൂ കളേഴ്സാണ്. ഇറ്റ്സ് എ ന്യൂട്രൽ കളർ. നല്ല ഭംഗിയാണ്. പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് നടക്കുമ്പോൾ കാണാൻ പറ്റും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സോഫ. നല്ല മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ പേസ്റ്റൽ കളേഴ്സാണ്. ഇതിങ്ങനെ പ്ലാസ്റ്റിക് ബോക്സസ് ആണ് അവിടെ കാണുന്നത്. പിന്നെ ഇതൊരു ആഷ് കളർ സോഫ, പിന്നെ ബ്ലൂ, പേസ്റ്റൽ ബ്ലൂ, ബ്ലാക്ക്. ഈ സോഫ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്വാളിറ്റിയാണ് ആ മെറ്റീരിയലിന് കേട്ടോ. ഇരിക്കാനും നല്ല സുഖമാണ്. തൊട്ട് നോക്കിയാൽ മെറ്റീരിയൽ സൂപ്പർ ക്വാളിറ്റി. ഇതിൻ്റെ സൈഡിലായിട്ടൊരു നമ്മൾക്കിങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നൊരു റാക്കുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മാഗസിൻസൊക്കെ സ്റ്റോർ ചെയ്യാം. ഇതുണ്ട് ഈ മഞ്ഞ കളർ സോഫ. അതിൻ്റെ ഒരു ഡെക്കറേറ്റീവ് പീസസ് ആയിട്ടൊരു ഫ്ലവർ വേസും. നല്ല രസമാണ് കേട്ടോ ഈ സോഫ. എസ്തെറ്റിക്കലി നല്ലൊരു ലുക്ക് തരുന്നൊരു സോഫ. പിന്നെ ഇതൊരു ക്രിസ്മസ് തീമൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ സോഫ. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. പിന്നെ ഇവിടെ കാണുന്ന ഒരു ബ്ലൂ സോഫയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു രാവിലെ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. നമുക്കൊരു ടയേർഡായാലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഡിസ്പ്ലേസ് ഇട്ടേക്കുന്ന സാധനങ്ങളൊക്കെ ഒരു പഴകിയ പോലെ നമുക്ക് തോന്നും. കാരണം ഒരുപാട് ആൾക്കാർ വന്ന് ഇരുന്ന് അതൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് മുഷിഞ്ഞ പോലെ തോന്നും. പിന്നെ ഇവിടെ ഈ കാണുന്നതൊക്കെ റാക്കുകൾ, പ്ലാസ്റ്റിക് ഡ്രോയേഴ്സാണ്. പിന്നെ ഇതൊരു ബെഡ്റൂം സെറ്റപ്പാണ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അറേഞ്ച്മെൻറ്റ്. ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഫ്ലാസ്കാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. 99 yuan, മീൻസ് 1000 rupees, ഓൾമോസ്റ്റ് 1000 rupees ആണ് അതിൻ്റെ പ്രൈസ്. അതിൻ്റെ മുകളിലിരിക്കുന്ന ഒരു പീച്ച് കളർ കപ്പ്. ഇതൊരു ചെറിയൊരു ഗ്ലാസ് ഫ്ലവർ വേസ് പോലത്തെ ഒരു ഇതാണ്. നല്ല കനമായിരുന്നു അതിന്, നല്ല മെറ്റീരിയലുമാണ്. പിന്നെ ഒരു വാർഡ്രോബ് സെറ്റപ്പാണ്. അക്രിലിക് പേസ്റ്റൽ കളേഴ്സ്, ഐവറി കളർ അക്രിലിക് മെറ്റീരിയലാണ്. പിന്നെ അതിൻ്റെ ഒരു ഡൈനിങ് ടേബിൾ സെറ്റപ്പ്. പിന്നെ ഒരു കംപ്ലീറ്റ് റൂം അങ്ങനെ തന്നെ ആ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട്, ആ കളർ ഉപയോഗിച്ചിട്ട്
പിന്നെ അതിൻ്റെ സോഫ എങ്ങനെയായിരിക്കും, അതിൻ്റെ ടി വി സെറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ കംപ്ലീറ്റ് സെറ്റിന് 1,00,000 രൂപയാണ്. ആ സോഫ, പിന്നെ ആ അക്രിലിക് കബോർഡ്സ്, അവിടെ ഇരിക്കുന്ന ആ മെറ്റീരിയൽസ് എല്ലാം കൂടെ ഏകദേശം 1,00,000 റുപ്പീസ്. ഇത് വേറൊരു വിൻറ്റേജ് മോഡൽ ലിവിങ് റൂം കം ബെഡ്റൂം ആണിത്. ഇത് മൊത്തം നമ്മളുടെ ചെയറുകൾ, സാധാരണ ഒരു സോഫ സിംഗിൾ ചെയർസ് അതങ്ങനെയാണ്. 2,000 മുതൽ ആണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 2,000 മുതൽ ഈവൻ 10,000 വരെയുള്ള പ്രൈസസ് ഉണ്ട്. ഡിഫറെൻറ്റ് ചെയേഴ്സ്, നമ്മുടെയൊക്കെ പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചാരുകസേരയില്ലേ, അതുപോലത്തെ കസേരകളാണിത്. നല്ല രസമാണ് ഇവിടെ ഇരിക്കാനും. അതിൻ്റെ മെറ്റീരിയലും അതിൻ്റെ കംഫർട്ട്നെസ്സും ഒക്കെ ഭയങ്കര നല്ലതാണ്. 5,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നമ്മുടെ നാട്ടിൽ പൂനെയിലും ബാംഗ്ലൂരിലും ഐക്യമുണ്ട്. വൺസ് എങ്കിലും അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും അവിടുത്തെ ക്വാളിറ്റി, സാധനങ്ങളുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത്. അവിടെ കിടക്കുന്ന ലൈറ്റ് കണ്ടോ, അതിൻ്റെ ഒരു സെക്ഷൻ ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. ആ ലൈറ്റുകളൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഇത് വേറൊരു വുഡൻ മെറ്റീരിയൽസ് കൊണ്ടുള്ള ബെഡ്റൂമാണ്. കംപ്ലീറ്റ് വുഡൻ വാർഡ്രോബ്സ്, വുഡൻ റാക്സ്, വുഡൻ സോഫാസ് എല്ലാം അങ്ങനെയൊരു സെറ്റപ്പാണിത്. ടി വി സ്റ്റാൻഡ് ഉൾപ്പെടെ. പിന്നെ ഇതൊരു കപ്പ് ഹോൾഡേഴ്സാണ്. നമുക്ക് കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചിട്ട് ഇതിൽ കപ്പ്, ഇങ്ങനെ നമ്മളുടെ ചായ കപ്പുകളൊക്കെ തൂക്കിയിടാം. ഇതൊരെണ്ണം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നല്ല മെറ്റീരിയലാണ്. അതിനൊരു 200 രൂപയേ ഉള്ളൂ. ഇതൊരു ബ്ലാക്ക് സോഫയാണ്. അതിൻ്റെ മുകളിൽ കിടക്കുന്നൊരു റഗ്ഗാണ്. അത് നല്ല രസമാണ്.